ഹായ് ഫ്രണ്ട്സ്, CK's ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആടുകൾക്ക് ചിലവ് കുറഞ്ഞ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കൈത്തീറ്റയാണ് ഇന്നത്തെ വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു കൈത്തീറ്റ കൊടുക്കുന്നതിലൂടെ ആടുകൾ നല്ല തടി വെക്കാനും ഉഷാറാവാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു കൈത്തീറ്റ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടാവും, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ആടുകൾക്ക് ഏതൊരു കൈത്തീറ്റയും സപ്ലിമെൻറ്റൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആടുകൾക്ക് തീർച്ചയായും വിരമരുന്ന് കൊടുത്തിരിക്കണം. അപ്പോൾ ആടുകൾക്ക് വിര കേൾക്കാൻ അറിയാത്തവർ ഡോക്ടറുടെ സഹായത്തോടു കൂടി ആടുകൾക്ക് തീർച്ചയായും വിരമരുന്ന് കൊടുക്കുക. വിരമരുന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര സപ്ലിമെൻറ്റും എത്ര കൈത്തീറ്റയോ എന്ത് കൊടുത്താലും ആട് തടി വെക്കുകയില്ല. അതുകൊണ്ട് അത് തീർച്ചയായും ആടുകൾക്ക് വിരമരുന്ന് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ആടുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ചിലവ് കുറഞ്ഞ കൈത്തീറ്റയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നും അതുപോലെ മറ്റു പീടികകളിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മുടെ ഗോതമ്പ്, കുറഞ്ഞ വിലക്ക് കിട്ടുന്ന നമ്മുടെ ഗോതമ്പാണ് നമ്മൾ ആടുകൾക്ക് പുഴുങ്ങി കൊടുക്കുന്നത്. ഗോതമ്പ് പുഴുങ്ങി അതിൽ കുറച്ച് ഉപ്പ് മിക്സ് ആക്കിയതിന് ശേഷം ആടുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആടുകൾ നല്ലപോലെ കഴിക്കുന്നതാണ്. ആദ്യമായിട്ട് ഈ കൈത്തീറ്റ കൊടുക്കുമ്പോൾ ആടുകൾ ചിലപ്പം ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ശീലമായാൽ അവർ ഈ കൈത്തീറ്റ നല്ലപോലെ കഴിക്കുന്നതാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നതിലൂടെ ആട് നല്ല രീതിക്ക് തടി വെക്കാനും എല്ലാത്തിനും ഇത് സഹായകരമാണ്. പിന്നെ അതുപോലെ ചെനയുള്ള ആടുകൾക്ക് ഇത് കൊടുക്കാതിരിക്കുക. കാരണം അവരുടെ പ്രസവ സമയത്ത് പല ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആടുകൾക്ക് ഇത് കൂടുതലായി കൊടുക്കാതിരിക്കുക, ദഹനക്കേടൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ ദിവസവും കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ദിവസം ഒരു നേരം എന്തായാലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആടുകൾ നല്ല രീതിക്ക് തൂക്കം വെക്കുന്നതാണ്. അപ്പോൾ ഈ കൈത്തീറ്റ എല്ലാവരും ആടുകൾ കൊടുക്കാൻ ശ്രമിക്കുക. വിരളക്കിയതിന് ശേഷം മാത്രം ഇതുപോലുള്ള കൈത്തീറ്റകൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴേ നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റകൾക്ക് അനുസരിച്ച് ആട് തൂക്കം വെക്കുകയുള്ളൂ. കൈത്തീറ്റയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആടുകൾക്ക് കൂടുതലായി കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഗോതമ്പ് ആയാലും പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ ആടുകൾ കൂടുതൽ കൊടുക്കുമ്പോൾ ദഹനക്കേട് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈത്തീറ്റ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആടുകൾക്ക് വിരയിളക്കിയതിന് ശേഷം മാത്രം ഇതുപോലുള്ള കൈത്തീറ്റകൾ കൊടുക്കുക. നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു കൈത്തീറ്റ തന്നെയാണ് നമ്മുടെ ഗോതമ്പ്. അത് പുഴുങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആട് തടി വെക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.